5 ഡോക്ടർമാർ കൂടിയാണ് എൻ്റെ പ്രസവത്തിൽ. വരെയുള്ള വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ ഫാദർ ഇല്ല. അന്ന് ഞങ്ങളുടെ ഹൈസ്കൂളിലൊന്നും SLCക്ക് സെൻറ്ററില്ല. 79 വർഷവും 7 മാസവും മുമ്പ് ഒരു ജൂൺ 30-ാം തീയതി രാത്രി കൃത്യം 12 മണിക്ക് കോടിച്ചെറിയുന്ന മഴയത്താണ് എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് ഞാൻ ജനിക്കുന്നത്. എൻ്റെ അമ്മാവ പറഞ്ഞു കേട്ടത് 5 ഡോക്ടർമാർ കൂടിയാണ് എൻ്റെ പ്രസവത്തിൽ പറയുന്നത്. അപ്പം അത് ഈ 5 ഡോക്ടർമാർ കൂടി എന്താ ചെയ്തതെന്നുള്ളതൊരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. പക്ഷെ അന്ന് അവർ പറയുന്ന പ്രമാണമാണ്. അപ്പം അതുകൊണ്ട് അമ്മാവ വിശ്വസിച്ചു. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. അത് കഴിഞ്ഞ് എറണാകുളത്തിൻ്റെ അമ്മ വീടാണ്. എൻ്റെ ഫാദറിൻ്റെ വീട് എറണാകുളം ജില്ലയിൽ തന്നെ ഒരു ഗ്രാമത്തിൽ എഴുത്തോട് എന്ന് പറയുന്നത്. അവിടെയാണ് 3-ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം. 1-ാം ക്ലാസ് മുതൽ 2-ാം ക്ലാസ് വരെയും എറണാകുളത്ത് SRV ഹൈസ്കൂളിൽ, 3-ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം ഈ കുത്തിയോട്ടിലാണ്. 3-ാം ക്ലാസ്സിൽ വരെയുള്ള വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ ഫാദർ ഇല്ല. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ പാമ്പ് പിടിച്ച് മരിച്ചു. അപ്പോൾ 4 വയസ്സിൽ ഞാൻ അനാഥനായ ആളാണ്. 3-ാം ക്ലാസ് ഞാൻ 3-ാം ക്ലാസ് തൊട്ട് 5-ാം ക്ലാസ് വരെ പള്ളി സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 5-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ മിഡിൽ സ്കൂളിൽ വേറെ പഠിച്ചു. പിന്നെ വേറെ ഹൈസ്കൂളിലേക്ക് പോയി. അന്ന് ഞങ്ങളുടെ ഹൈസ്കൂളിലൊന്നും SLCക്ക് സെൻറ്ററില്ല. അപ്പോൾ വേറെ സ്ഥലത്ത് പോയി നമ്മൾ പരീക്ഷ എഴുതണം. അങ്ങനെ ഈ സ്ഥലത്ത് നിന്ന് ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ അത് സെൻറ്ററുള്ളത്. ചേന്നമംഗലത്ത് പോയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. അപ്പം പരീക്ഷ എഴുതുമ്പോൾ സമയം എനിക്ക് വലിയൊരു പ്രശ്നമാണ്. ഒരിക്കലും ഞാൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല. എങ്ങനെയായാലും 1-2 ക്വസ്റ്റ്യൻസ് ബാക്കി വരും, സമയം കിട്ടില്ല എഴുതി തീർക്കാൻ. അങ്ങനെ വന്നപ്പോൾ ഒരു വാച്ച് കൊണ്ടുപോകാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ബന്ധുവിൻ്റെ വാച്ച് വാങ്ങിച്ചു കൊണ്ടുപോയി. പക്ഷേ ഈ വാച്ചിന് കീ കൊടുക്കണമെന്ന് എനിക്ക് അന്ന് വലിയ പിടിയില്ല. പക്ഷേ ഞാനിത് അവരൊക്കെ കാണിക്കുന്ന പോലെ ഈ കീ കൊടുത്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വാച്ച് കിടക്കാതെ പിന്നെ വാച്ചിൻ്റെ അതേ പരീക്ഷ എഴുതി. അങ്ങനെ ആ പരീക്ഷയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് SLC കഴിഞ്ഞു. എറണാകുളം ബയോളജി കോളേജിൽ ഒന്ന് PUST ജോയിൻ ചെയ്തു. എറണാകുളം ബയോളജി കോളേജിൽ തന്നെ PUST കഴിഞ്ഞിട്ട് BSc കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്തു. സത്യത്തിൽ എനിക്ക് ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ എന്തോ അങ്ങനെ കെമിസ്ട്രിയിലേക്ക് പോയി. അത് കെമിസ്ട്രി കഴിഞ്ഞപ്പോൾ പിന്നെയും MBBSന് പോകാനായിട്ട് എനിക്ക് വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കെമിസ്ട്രി MScക്ക് പോകാനാണ്. പക്ഷേ എങ്ങനെയോ വിധി MBBSന് പോകാനായിരുന്നു. അങ്ങനെ MBBSന് പോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് ജോയിൻ ചെയ്ത് അവിടുന്ന് 74-ൽ MBBS കഴിഞ്ഞു. MBBS കഴിഞ്ഞിട്ട് കുറച്ച് കാലമൊക്കെ അങ്ങനെ ചെറിയ പ്രൈവറ്റ് പ്രാക്ടീസ് തുടങ്ങിയിട്ട് തുറന്നു. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായിട്ട് കയറി. അവിടെ നിന്ന് പിന്നെ ഹെൽത്ത് സർവീസിലേക്ക് പോയി. ഹെൽത്ത് സർവീസിൽ പിന്നെ ഞാൻ 6 കൊല്ലം പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് സർക്കാർ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലമാണ് ഈ പെരിങ്ങോം. അവിടെയാണ് ഒരു PSCയിൽ ജോലി കിട്ടിയത്. PSC എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്കൂളാണ്. സ്കൂളിൽ ഒരു ബെഞ്ചുണ്ട്, എന്നിട്ട് ഒരു കസേര, ഒരു മേശയുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പേഷ്യൻസ് കിടക്കാനുള്ള സൗകര്യമൊന്നുമില്ല, അഡ്മിഷനൊന്നുമില്ല. അവിടുന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പോയി. പോസ്റ്റ് ഗ്രാജുവേഷന് പോയി. അപ്പം അത് എൻട്രൻസ് പരീക്ഷ തുടങ്ങിയിട്ടുള്ളൂ. എൻട്രൻസിന് എക്സാമിനേഷൻ എഴുതി ഞാൻ അന്ന് ഇന്നത്തെ പോലെയല്ല എൻട്രൻസ് എക്സാമിനേഷൻ. ഇന്നിപ്പോൾ മൊത്തം നമ്മളൊരു പേപ്പർ എഴുതുക, അതിൽ നിന്ന് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ നമുക്ക് നമ്മളുടെ ഗ്രേഡ് അനുസരിച്ച്, മാർക്കിൻ്റെ ഗ്രേഡ് അനുസരിച്ച് നമുക്ക് ഓരോ സബ്ജക്റ്റ് അലോട്ട് ചെയ്യുക. അന്ന് അങ്ങനെയല്ല. അന്ന് നമ്മൾക്ക് 3 സബ്ജക്റ്റ് എഴുതാം.
അതിന് ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ് എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് അതിൽ ഫസ്റ്റ് ചോയ്സ് കിട്ടിയിട്ട് സെക്കൻഡ് ചോയ്സ് കിട്ടും, സെക്കൻഡ് ചോയ്സ് കിട്ടും, തേർഡ് ചോയ്സ് കിട്ടും. ഞാൻ ജനറൽ മെഡിസിനും ജനറൽ സർജറി ഗൈനക്കോളജിയാണ് ഇത് ചോയ്സ് കൊടുത്തത്. ആ 3 സബ്ജക്റ്റ് എനിക്ക് കിട്ടി. അതിൽ തന്നെ ജനറൽ സർജറി ഗൈനക്കോളജി ഫസ്റ്റ് റാങ്കായിട്ട് പാസ്സായി, മറ്റത് 13th റാങ്കായിട്ട് പാസ്സായി. 3 സബ്ജക്റ്റ് എനിക്ക് കിട്ടും. അതിൽ എന്തോ ഗൈനക്കോളജിക്കാണ് അന്ന് പോകണമെന്ന് തോന്നിയത്. അങ്ങനെ ഗൈനക്കോളജിയിൽ പോയി പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം മാനന്തവാടിയിലെ പോസ്റ്റിംഗ്. മാനന്തവാടിയിൽ കുറച്ച് നാൾ ഏകദേശം ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മഞ്ചേരിക്ക് പോസ്റ്റിംഗ് ആയി. മഞ്ചേരിക്കല്ല, അതിന് മുമ്പ് വേറെ ഒന്നിട്ട് സ്ഥലത്തൊക്കെ കുറച്ച് ആൾക്കാർക്ക് പോസ്റ്റിംഗ് ഉണ്ടായി. പക്ഷെ അതൊന്നും എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ കൂടി ഞാൻ ലീവ് എടുത്ത് പോയി. പിന്നെ ലാസ്റ്റ് മഞ്ചേരിയിൽ പോസ്റ്റ് ചെയ്തു. മഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്, ജേഡിസ് ഹോസ്പിറ്റലിൽ നിന്ന്, പിന്നെ മലപ്പുറം ഗവൺമെൻറ് ആശുപത്രിയിലേക്ക്, മലപ്പുറം ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് പിന്നെ ഇടവണ്ണ PSC ആണ് വെച്ചാണ് ഞാൻ 2001 റിട്ടയർ ചെയ്തത്. 2001 റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അങ്ങനെ പ്രാക്ടീസ് ഒക്കെ നിന്നു. പിന്നെ 2007 ഇവിടെ ഒരു ഹോസ്പിറ്റൽ, ഏറനാട് ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റൽ 2007 അവിടെ തന്നെയാണ് ഇപ്പോഴും തുറന്നു പോകുന്നത്. എന്ത് വിഷയങ്ങളെ കുറിച്ചാണ് സാറിന്റെ ഈ ചാനലിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഏത് വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ പൊതുവെ മെഡിക്കൽ കാര്യങ്ങളെ പറ്റിയാണ് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സാർ ഇപ്പൊ MBBS കഴിഞ്ഞിട്ട് 1/2 നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ? അന്നത്തെ മൊത്തത്തിലുള്ള സ്ഥിരീകരണം ഒന്ന് പറയാമോ? പറയാം. 1/2 നൂറ്റാണ്ടല്ല, 3/4 നൂറ്റാണ്ട് മുമ്പുള്ള സ്ഥിതികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 3/4 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് 5 വയസ്സ്, ഏകദേശം 5 വയസ്സുണ്ടെന്ന്. അന്ന് കേരളത്തിലെ ജനസംഖ്യ 50 ലക്ഷമാണ്. ഇന്ന് കേരളത്തിലെ ജനസംഖ്യ 3.35 ലക്ഷമാണ്. അതായത് ഇന്നത്തെ കക്ഷി എഴുതുന്നത് ജനസംഖ്യ എന്നുള്ളത്. ഇന്ന് കേരളത്തിൽ 1,20,000,000 ഏകദേശം 25 ലക്ഷത്തോളം വാഹനങ്ങളുണ്ട്. അന്ന് കേരളത്തിൽ ആകെ നോക്കിയാൽ കാണുന്ന വാഹനങ്ങൾ 2000 വാഹനങ്ങളുണ്ടാവും. ഈ 2000 വാഹനങ്ങളില് എറണാകുളം സിറ്റി കൂടി ഒരു ദിവസം നമ്മൾ മുഴുവൻ സമയം നിന്ന് നോക്കിയാൽ ഒരു 10, 20, 25 കാറ് പോകുന്നതാണ് ഒരു ദിവസം മുഴുവനും. 10-50 ബസ്സുകളുണ്ട്. HMS, ഭാരത്, PSN, PNK, പൈഡിയർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു 15 കിലോമീറ്റർ സ്പീഡേ കിട്ടുള്ള ബസ്സുകൾക്ക്. അതൊരു 10-50 ബസ്സുകളുണ്ടാകും. കുറച്ച് ട്രാൻസ്പോർട്ട് ബസ്സുകളുണ്ട് എറണാകുളം സിറ്റിയിൽ. അതായിരുന്നു അന്ന് എറണാകുളം സിറ്റിയിലെ സ്ഥിതി. ഗ്രാമങ്ങളിലാണെങ്കിൽ അങ്ങോട്ട് വാഹനങ്ങൾ എത്തിയിട്ടില്ല, ഒരു ഗ്രാമത്തിലും എത്തിയിട്ടില്ല വാഹനങ്ങൾ. ഞങ്ങളുടെയൊക്കെ നാട്ടില് 3 പാതകളുള്ളത് വഴി. ആ വഴിയുടെ 2 സൈഡിലായിട്ട് വേലി കെട്ടിയ പറമ്പുകളും അതിനകത്ത് ഉള്ള വീടുകളുമാണ് ഉള്ളത്. ആ വീടുകളില് ഒരു 1000 വീട് മാത്രം തല സിമെന്റ് ഇട്ടിട്ടുണ്ടാവും. ബാക്കിയെല്ലാം ചാണകം കൊണ്ട് മെഴുകിയ വീടുകളാണ്. 40% വീടുകളെങ്കിലും വൈക്കോല് കഴിഞ്ഞതായിരിക്കും. പിന്നെ ഒരു 30% വീടുകൾ ഓല കഴിഞ്ഞതായിരിക്കും. ബാക്കിയുള്ള ഒരു 30% വീടുകളായിരിക്കും ഓടിട്ടത്. വാർത്ത വീടുകളൊന്നും വന്നില്ല. ഞങ്ങളുടെ ഗ്രാമത്തിൽ വാർത്ത വീടുകളൊന്നും വന്നില്ല. മിക്കവാറും ഈ ഓടിട്ട വീട് എന്ന് പറഞ്ഞാൽ വർഷകാലമൊക്കെ ചുവന്നൊലിക്കും. ചുവന്ന് വെള്ളം വീഴുന്നത് ഈ ചാടം പിഴിയ തറയിലേക്കായിരിക്കും. അപ്പൊ പാത്രം എടുത്ത് നമ്മൾ വെക്കുക, ആ പാത്രത്തിൽ വെള്ളം പിഴിയുക, ആ വെള്ളം നിറയുമ്പോൾ പാത്രം കൊണ്ട് കളയുക. പണ്ട് ചെമ്മീൻ്റെ SP പിള്ള ഈ വീട് ചോർച്ചയുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു സീനുണ്ട്. പല സ്ഥലത്തും ചോർച്ചയുണ്ട്. അപ്പൊ SP പിള്ള ഒരു സ്ഥലത്ത് വെച്ചുള്ള പാത്രം ഒന്നേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ പാത്രം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും. അവിടെ വരുമ്പോ അപ്പൊ അവിടുത്തെ മറ്റൊരുത്ത് വരുമ്പോ അവിടെ മാറ്റി വയ്ക്കും. അങ്ങനെ ദയനീയമായിട്ട് ഒരു കാഴ്ചയുണ്ടെന്ന് ആ സിനിമയില്. അതുപോലത്തെ സ്ഥിതിയാണ് അത് പല വീടുകളിലും. ഗ്രാമപ്രദേശം അത് പൊതുവെ സ്ഥിതി തന്നെ വളരെ ശാന്തമാണ്. ശാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളില്ലാതെ എന്നൊരു കാര്യം കഴിഞ്ഞല്ലോ. വെള്ളം അടിക്കാൻ മോട്ടറൊന്നുമില്ല.
ആളുകൾ വെള്ളക്കോരി തന്നെ ജീവിക്കണം. ഒന്നിൻ്റെ കെറ്റിന്ന് വെള്ളക്കോരി അല്ലെങ്കിൽ പുഴയിൽ വെള്ളക്കോരി കൊണ്ടുവന്ന് ജീവിക്കണം. അതുകൊണ്ട് ശബ്ദമില്ല ഗ്രാമങ്ങളിൽ. പക്ഷേ ഇടയ്ക്കൊക്കെ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടുകാർ അയൽവക്കാരെയുള്ള വഴക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 അടി വീതിയാണ് വഴിക്ക്, അതിൻ്റെ അപ്പുറം ഇപ്പുറം വേലിക്കെട്ട്, ആ വേലിക്കെട്ടകത്ത് വീടുകൾ. അപ്പോൾ അടുത്തുള്ള വീട്ടുകാരിൽ ഇടയ്ക്ക് ശണ്ട ഉണ്ടാവും. മിക്കവാറും വീട്ടുകാർസായിരിക്കും ശണ്ടയ്ക്ക് കാരണം. ഇപ്പുറത്തെ വീട്ടിലെ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ വശീകരിച്ചതായിരിക്കും പ്രശ്നം. അപ്പോൾ ഇവിടുന്ന് തെറി തുടങ്ങും, അതിൻ്റെ മറുഭാഗത്ത് അതിൻ്റെ അപ്പുറം തെറി വരും. ഭാഷയിൽ മലയാള ഭാഷയുടെ എങ്ങോട്ടും കാണാത്ത എല്ലാ ഭാഗങ്ങളും അവിടെ എല്ലാ പ്രയോഗങ്ങളും അവിടെ വരും. അതിനിടയ്ക്ക് ഇവര് തമ്മിലുള്ള ഈ പ്രശ്നം കൂടാതെ മറ്റ് പല വിചാര കേസുകളും പുറത്തെയാണ് ഇതിനിടയ്ക്ക്. അവസാനം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തുള്ള ഈ സ്ത്രീകളാണ് മെയിനായിട്ട് ഇതിന്റെ ആളുകൾ. ഒരു ഭാഗത്തുള്ള സ്ത്രീകൾ ഇങ്ങനെ ഈ തെറി പറഞ്ഞ് റോഡിന്റെ അടുത്തേക്ക് വരും, വഴിയുടെ അടുത്തേക്ക് വരും. അപ്പം മറ്റേ ഭാഗത്തുള്ളവരും വഴിയുടെ അടുത്തേക്ക് വരും. അങ്ങനെയാണ് ഗ്രാമപ്രദേശങ്ങളിലെ അത്യാവശ്യം ചെറിയ ഒരു ഇതൊക്കെ ഉള്ളത്. നാട്ടുപുറങ്ങളിലെ സ്ഥിതിയും ഇതൊക്കെ ഇങ്ങനെയാണ്, വളരെ സൈലന്റ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ ആശുപത്രികളുടെ സംവിധാനവും ഏതാണ്ട് വളരെ സൈലന്റ് ആയിട്ടുണ്ട്. ഈ രോഗികള് ബഹുഭൂരിപക്ഷവും വൈദ്യന്മാരെ ആശ്രയിച്ചിരുന്നതാണ്. വൈദ്യന്മാരെ അവിടെ ഇവിടെയൊക്കെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ വൈദ്യന്മാരുണ്ടാവും. അവരെയാണ് നമ്മളിപ്പോൾ വയറ്റിലൊക്കെ വന്ന് മഞ്ഞപ്പിത്തം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും വൈദ്യരെ കൊണ്ടേ കാണിച്ച് അങ്ങനെ ചികിത്സ ചെയ്ത്. ഈ ആശുപത്രികളിലെ ചികിത്സ കിട്ടാനായിട്ട് പ്രധാനമായിട്ട് ടൗണുകളിലുള്ളവർക്കേ സാധ്യതയുള്ളൂ. ഇന്നത്തെ പോലെ PCകളൊന്നുമില്ല. അന്ന് ജില്ലാശുപത്രിയുണ്ട്, താലൂക്ക് ആശുപത്രിയുണ്ട്, പിന്നെ അതിൻ്റെ പുറകെ താഴെ ചിലപ്പോൾ 2 ആശുപത്രികൾ ചെറുതായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ജില്ലാശുപത്രികളുടെ സാധ്യതയുള്ളവർക്ക് അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയുടെ സാധ്യതയുള്ളവർക്ക് മാത്രമേ നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടാറുള്ളൂ. അതിന് മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ചികിത്സ തന്നില്ല. നമ്മളിപ്പോൾ ആശുപത്രിയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഗ്ലൂക്കോസ് കുത്തിക്കൊണ്ടേക്കുന്നതാണ്. ആ ഗ്ലൂക്കോസ് കുപ്പി ശരിക്കും നോക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ കലക്കമുള്ളവരിക്കും. കാരണം അന്ന് ഇതൊന്നും ശുദ്ധിയാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അത് കുറച്ചു നേരം കയറ്റി കഴിയുമ്പോഴേക്കും പേഷ്യന്റ് ഷിവറിങ് വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തു, അവരുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ ആളുകൾക്ക് യാതൊരു പരാതിയൊന്നുമില്ല. പേഷ്യന്റ് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവർ ചികിത്സ വഹിക്കും. ഒരു പരാതിയില്ല. കാരണം അത്രേ പറ്റുള്ളൂ അന്നത്തെ കാലത്ത്. യാതൊരു പരാതിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോ 75 കൊല്ലം മുമ്പുള്ള സ്ഥിതിയാണ്. അന്ന് പക്ഷേ ഈ ഓപ്പറേഷനുകളെല്ലാം കുറേയൊക്കെ നടക്കുന്നുണ്ട്. എറണാകുളത്തെ ജില്ലാശുപത്രിയിലൊക്കെ ഓപ്പറേഷനുകളെ കുറെയെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. കാരണം ഇന്നത്തെ പോലെയുള്ള അനസ്തേഷ്യയുടെ സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് മരണനിരക്ക് വളരെ കൂടുതലായി. അതിലും ആളുകൾക്ക് ഇതിലുണ്ട്. കാരണം ഒരു ഓപ്പറേഷനിൽ സമ്മതിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-1 നമ്മൾ തീരുമാനം എടുത്തിട്ടാണ്, ഒന്നുകിൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ പോകും. നമ്മൾ തീരുമാനം എടുത്തിട്ടാണ് ഓപ്പറേഷനിൽ സമ്മതിക്കുന്നത് തന്നെയാണ് അന്നത്തെ കാലത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 25 കൊല്ലം കൂടി കഴിഞ്ഞ് ഞാൻ MBBS കഴിയുന്ന കാലത്ത് നോക്കിയാൽ നമ്മുടെ ആശുപത്രികളുടെ സ്ഥിതി നോക്കിയാൽ ചികിത്സാ രീതികൾ അന്ന് കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പനി, ചുമ, വയറ്റിളക്കം, അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടല്, പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളതിനൊക്കെയാണ് മെയിനായിട്ട് ചികിത്സ. അപ്പോൾ ഈ പേഷ്യൻസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔൺസ് കുപ്പിയുണ്ട്, പച്ചക്കുപ്പിയാണ്. അത് 6 ഔൺസ് മരുന്ന് കൊടുക്കുന്നൊരു കുപ്പിയാണ്. ഈ കുപ്പി കൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ 6 ഔൺസ് മരുന്ന് കൊടുക്കുക. അത് 2 ദിവസത്തേക്കുള്ള മരുന്നാണ്. 1 ഔൺസ് 3 നേരം കഴിക്കണം. പിന്നെ ഒരു 5-6 ഗുളികയും കൊടുക്കും. ആ ഗുളിക എന്ന് വെച്ചാൽ മെയിനായിട്ട് APC എന്ന് പറയുന്ന ഗുളികയുണ്ട്. അതായത് ആസ്പിരിൻ, ഫിനാസിറ്റിൻ, കഫീൻ. ഇത് 3 ചേർന്ന ഗുളികയാണ്. അത് പനിക്കും തലവേദനയ്ക്കൊക്കെയുള്ള മെയിൻ ഗുളികയാണ് APC. അതൊക്കെ കൊടുക്കുക. അതാണ് മെയിനായിട്ട് കൊടുക്കുക. ഇത്രയുള്ള ഡോക്ടർമാരുടെ ചികിത്സകളല്ല. ഈ വൈദ്യുതി എല്ലാം ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് ഇത്രയും ഉണ്ടാവുള്ളൂ. കാര്യമായിട്ട് മരുന്നുകളൊക്കെ അത് വളരെ കുറവാണ്. കാരണം ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1935 സൾഫണമൈഡ് എന്ന് പറഞ്ഞ മരുന്ന് വന്നു. അത് പിന്നെ വയറ്റിളക്കത്തിനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 1941 പെൻസിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അന്ന് അത് ഉപയോഗിച്ച് തുടങ്ങി.
പിന്നെ 46-ല് ക്ലോറോഫെനിക്കോൾ വന്ന് പിന്നെ തൊട്ട് പുറകെ ടെട്രാസൈക്ലിൻ വന്ന് അവിടെ വെച്ച് നിന്നു ഏകദേശം കുറേ കൊല്ലത്തേക്ക്. പിന്നെ ഒന്നുമില്ല. അപ്പൊ ഈ മരുന്ന് വെച്ച് കളിക്കണം മുഴുവനും അന്നത്തെ കാലത്ത്. അപ്പൊ ചികിത്സ അത്രയ്ക്കേ പറ്റുള്ളായിരുന്നു. ഈ 2 കൊല്ലം മുമ്പും ഈ മരുന്നുകളിൽ വലിയ കാര്യമായിട്ട് വ്യത്യാസം വന്നിട്ടില്ല. ഈ ആന്റിബയോട്ടിക്കുകളിലൊന്നും കാര്യമായിട്ട് വ്യത്യാസം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജനവൈശ്യം വന്നു, പിന്നെ കാർബൺസിൽ എന്ന് പറഞ്ഞൊരു മരുന്ന് വന്നു. അത്രയൊക്കെ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഈ 50 കൊല്ലത്തിന് മുമ്പും. അപ്പൊ അത് വെച്ചിട്ട് വേണം അന്നത്തെ ചികിത്സ പോലും ചെയ്യാനായിട്ട്. പിന്നെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലം കൂടുതൽ ഓപ്പറേഷനുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മരണനിരക്കിലെ കാര്യത്തിൽ അന്നും കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനസ്തീഷ്യയുടെ പ്രോബ്ലം അന്നും 75 കൊല്ലം മുമ്പ് ഒരേപോലെ നിന്നിട്ടുണ്ട്. അനസ്തീഷ്യക്ക് ഇന്നിപ്പോൾ നമ്മൾ അനസ്തീഷ്യയിൽ അപകടരഹിതമാക്കുന്ന പ്രധാന സംഗതി മൾട്ടിപ്പാര മോണിറ്റർ എന്ന് പറഞ്ഞാൽ മോണിറ്റർ കണക്ട് ചെയ്യും. പേഷ്യൻ്റെ കയ്യിലും ഇവിടെയൊക്കെ പിടിപ്പിക്കുന്ന ഒരു മോണിറ്ററുണ്ട്. ആ മോണിറ്ററിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ആ പേഷ്യൻ്റെ പൾസ്, ആ പേഷ്യൻ്റെ BP, ആ പേഷ്യൻ്റെ റെസ്പിറേഷൻ, ആ പേഷ്യൻ്റെ ഓക്സിജൻ്റെ അളവ്, ഇതെല്ലാം അതിൽ റീഡ് ചെയ്യും. അന്ന് അതിൻ്റെ സൗകര്യമില്ല. അപ്പം അതുകൊണ്ട് അന്ന് ഈ അനസ്തെറ്റിസ്റ്റ് ഇത് നോക്കിക്കൊണ്ടിരിക്കണം. പേഷ്യൻ്റ് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കോംപ്ലിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കോംപ്ലിക്കേഷന് തക്കതായ ട്രീറ്റ്മെൻറ്റ് അപ്പം തന്നെ കൊടുക്കുകയും ചെയ്യണം. ഇതിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പേഷ്യൻ്റ് തട്ടിപ്പോകും. ഇപ്പം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ഓപ്പറേഷൻ ഡേയിൽ 3 പേഷ്യൻസ് ഡെത്തായി. ഇന്നിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കൊല്ലം 3 പേഷ്യൻസ് ഡെത്തായി കഴിഞ്ഞാൽ വലിയ കുക്കാറും സാറും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പ്രൊഫസർ പറഞ്ഞെന്താ പറയാം, വൺ ഈസ് ഓക്കെ, ഹു ക്യാൻ ബി ടോളറേറ്റഡ്, ത്രീ ഈസ് സംതിങ് വെരി ഡിഫിക്കൽട്ട് എന്താണെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് ഉണ്ടായിരുന്നു അന്നത്തെ ഇത് സാഹചര്യം. ഇന്നിപ്പോ ഒരു ആശുപത്രിയിൽ, ഇപ്പൊ നമ്മുടെ ആശുപത്രിയിലുള്ള ഒരു ആശുപത്രിയിൽ 30 കൊല്ലത്തിനുള്ളിൽ 3 പേഷ്യൻ്റ് കൂടെ എത്താവില്ല. മറ്റേതല്ല, ഒരു ദിവസമാണ് 3 പേഷ്യൻ്റ് എത്തായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആയിരുന്നു അന്നത്തെ ചികിത്സാ സൗകര്യങ്ങൾ. ആളുകളെ സംബന്ധിച്ചും അന്ന് അത്രയധികം പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കും അറിയാം പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണനിരക്ക് അത് വളരെ കൂടുതലായിരുന്നു. ഒരു ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ 300-400 ഉണ്ടായിരുന്നു. 1 ലക്ഷം പ്രസവത്തിൽ 1 ലക്ഷം പ്രസവത്തിൽ 300-400 വെച്ചാൽ 1004 ഡെത്താണ്. അത് 250 ഡെലിവറി കണക്ക് ഡെത്താണ് ഇന്ത്യയിൽ മൊത്തം. കേരളത്തിൽ ഏകദേശം ഒരു 1000-700 ഡെലിവറി കണക്ക് ഡെത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്തേക്ക്. പക്ഷെ അതിലൊന്നും ആളുകൾക്ക് വലിയ പരാതിയില്ല, ഒന്നുമില്ല. അതൊക്കെ ആളുടെ അതിൻ്റെതായിട്ടുള്ള ഭാഗമെന്ന് വിചാരിച്ച് അതൊക്കെ സഹിച്ച്. ഇന്നതല്ല. ഇന്നിപ്പോൾ ഒരു ഡെത്ത് ഉണ്ടായാൽ അതിൻ്റെ പുറകെ ഡോക്ടർമാരുടെ എത്രയധികം ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടർമാരുടെ തലക്കെട്ടേക്ക് കയറുക അതൊരു സ്വഭാവമായിട്ട് മാറി. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല. പണ്ട് ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ആശുപത്രികൾ വളരെ കുറവാണ്. ഇന്നതല്ല, ഇന്ന് മുട്ടിന് പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. അപ്പോൾ ഈ പേഷ്യൻസ് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകാം. അന്ന് അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഒരു സ്ഥലത്ത് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ എന്ത് പെട്ടെടുത്ത് എന്താ ചികിത്സ കിട്ടുക വെച്ചാൽ അതവർ സ്വീകരിക്കും. വരുന്ന കോംപ്ലിക്കേഷൻസ് അവർ സഹിക്കും. ഇന്നത്തെ സ്ഥിതിയിൽ അത് ഡോക്ടർമാർക്ക് പോലും ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു. കാരണം എന്ത് രീതിയിലും ആശുപത്രിയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നതിന് ശേഷം ഒരു പേഷ്യൻ്റ് തലകറങ്ങി വീട് ഡെത്തായാൽ അപ്പം അത് ആശുപത്രി തല്ലിപ്പൊളിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അതേസമയം വഴിയിൽ വെച്ചാണ് അയാൾ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് കടക്കണമെങ്കിൽ വഴിയിൽ വെച്ചാണ് അയാൾ തലകറങ്ങി വീട് ഡെത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരാതിയില്ല, ആർക്കുമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അതേ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാർക്ക് ഒരു ആത്മവിശ്വാസത്തോടുകൂടി പേഷ്യൻസിനെ നോക്കാനോ അവരുടെ കടമകൾ നിർവഹിക്കാനോ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോകും. അടുത്ത ഇന്റർവ്യൂവിൽ എന്തിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അടുത്ത ഇന്റർവ്യൂവില് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഗൗരവമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഹൃദ്രോഗം. അതായത് കേരളത്തിൽ മരിക്കുന്നതിൽ ഏകദേശം 20% ആളുകൾ ഹൃദ്രോഗം മൂലം മരിക്കുന്നത്. അപ്പോൾ ഹൃദ്രോഗത്തെ പറ്റിയാണ് അടുത്ത ഇന്റർവ്യൂവിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്.
കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടായി എന്ന് പറയില്ലേ, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അടുത്ത ട്രീറ്റ്മെൻറ്റ്.